ഗൈസ് നമ്മളിന്ന് ബീച്ചിൽ പോവാൻ പോവാട്ടോ. എവിടെ പോവാ? Kurum Beach. Where are we going? Beach. Beach. സാൻഡ് ടോയ്സ് വെച്ചിരിക്കും. സാൻഡ് ടോയ്സ് വെച്ചിരിക്കുക. സാൻഡ് ടോയ്സ് വെച്ച് ബലൂൺ ഒക്കെ വെച്ചിട്ട് നമ്മൾ കളിക്കാൻ പോവാ. ഓക്കെ ബീച്ചിൽ പോവാ. ബീച്ച് ഡ്രസ്ல இருக்கனா நீங்க? ബീച്ച്. സോ ബീച്ചിൽ പോണം നല്ല. ബീച്ചിൽ പോണം നല്ല. അങ്ങനെ ഈവനിങ് ഒരു 4-4:30 ഒക്കെ ആയ ടൈമിൽ നമ്മൾ മസ്കറ്റിലുള്ള കുരം ബീച്ചിലേക്ക് പോയിട്ടോ. നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു ഗൈസ്, പറയാതിരിക്കാൻ വയ്യ. ശരിക്കും പറഞ്ഞാൽ നല്ല സ്കൈയും സീയും ഒക്കെ ഒരേപോലെ ഇങ്ങനെ കിടക്കുമായിരുന്നു. അത്യാവശ്യത്തിനധികം ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈദിൻ്റെ ഹോളിഡേയ്സ് ആയ കാരണം. ബട്ട് ഹെവി ക്രൗഡഡ് ഒന്നുമല്ല. നമുക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാനും പ്രൈവറ്റായിട്ടുള്ള ഒരു സ്പേസും നമുക്ക് അവിടെ ശരിക്കും കിട്ടുമായിരുന്നു കേട്ടോ. അത്യാവശ്യത്തിന് കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ വെയിലൊക്കെ ഒന്നുകൂടെ ഒന്ന് കുറയാൻ വേണ്ടി ഞങ്ങൾ അവിടെ കുറേ നേരം ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നു. ഒരു 5:30 ഒക്കെ ആയ ടൈമിൽ 5 o'clock കഴിഞ്ഞിട്ടാണ് നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങിയത്, വെള്ളത്തിലിറങ്ങി കേട്ടോ. ആലിസ് ആയിരുന്നു ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ എനിക്ക് ഏറ്റവും ഒരു സ്പെഷ്യലായിട്ട് തോന്നിയതെന്ന് വെച്ചാൽ കുറേ ദൂരത്തേക്ക് നല്ല സ്റ്റേബിളായിട്ട് നമുക്ക് നടന്ന് പോകാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടായിരുന്നു വെള്ളത്തിൽ. അധികം ഡെപ്ത് ആയിട്ടൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ കുട്ടി ആലിസ് തന്നെ ശരിക്കും പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്ന് അകത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. അത്രയും നല്ല ഒരു സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബീച്ച് ഭയങ്കര ഇഷ്ടമാണെങ്കിലും വെള്ളത്തിലിറങ്ങാൻ നല്ല പേടിയുള്ള കൂട്ടത്തിലായിരുന്നു. നാട്ടിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ വീട്ടിൽ നിന്നൊക്കെ പോവുകയാണെങ്കിലും നമ്മളിങ്ങനെ വെള്ളത്തിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് അങ്ങനെ പോയി കളിച്ചിട്ടൊന്നുമില്ല. ശരിക്കും അത്യാവശ്യം നല്ല പേടിയുള്ള കൂട്ടത്തിലായിരുന്നു. കാരണം എനിക്ക് സ്വിമ്മിങ് ഒന്നും അറിയില്ല. പക്ഷെ ഇവിടെ ഭയങ്കര ഗ്രൗണ്ട് സപ്പോർട്ടായ കാരണം പേടിയെല്ലാം മാറ്റിവെച്ച് മൊത്തത്തിൽ അങ്ങോട്ട് വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ആ ഒരു ഫീൽ. കാരണം ഫസ്റ്റ് ടൈം വരുമ്പോൾ അത്ര സ്പെഷ്യലായിട്ടുള്ള ഫീലല്ലേ. ഒരു പ്രാവശ്യം സ്കൂളിൽ നിന്ന് ക്യാമ്പിൽ പോയ ടൈമിൽ എല്ലാവരും കൂടെ ഫ്രണ്ട്സ് കൂടെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് ശരിക്കും അങ്ങോട്ട് ഓർമ്മയില്ല. നമ്മളിങ്ങനെ ഫുള്ളായിട്ട് എൻജോയ് ചെയ്ത് ഫുൾ മൂഡിൽ എൻജോയ് ചെയ്ത ആ ഒരു മെമ്മറിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു റീക്രിയേഷൻ പോലെയൊക്കെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തു. പിന്നെ സപ്പോർട്ടിനാണെങ്കിൽ എല്ലാവരും ഉണ്ടായിരുന്നു. ആർക്കും അങ്ങനെ വെള്ളത്തിന് പേടിയുള്ളവരൊന്നും ഉണ്ടായില്ല. പിന്നെ സ്വിമ്മിങ് ഒക്കെ അത്യാവശ്യം അറിയായിരുന്നു. പിന്നെ ആലിസ് ആയിരുന്നു നമ്മുടെ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ കണ്ടുപിടിച്ചൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു കേട്ടോ ക്രാബ് ഹണ്ടിങ്. നമ്മളിങ്ങനെ ഞണ്ടിനെ പിടിക്കാൻ പോകുമായിരുന്നു. ഇപ്പോൾ കുറേ കുട്ടി കടൽ ഞണ്ടുകളുണ്ട്. ഇങ്ങനെ വലിയ ബോഡി ഉണ്ട്, പക്ഷെ കുഞ്ഞു കാലുകളൊക്കെ ആയിട്ട് ആവറ്റങ്ങൾ ഇങ്ങനെ നടക്കണ്ടായി. അപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇടയിൽ വെച്ചിട്ട് നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് അച്ചുവും പിന്നെ മുക്കണ്ണനും കൂടിയിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആലിസിൻ്റെ നമ്മുടെ സാൻഡ് ബാസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഫസ്റ്റ് ഞണ്ടിനെ കിട്ടി. പിന്നെ അങ്ങോട്ട് ഒരൊറ്റ ഇൻട്രസ്റ്റിൽ അങ്ങോട്ട് കുറേ എണ്ണത്തിന് ഇങ്ങനെ പിടിച്ച് ഇടലായിരുന്നു. അതിൻ്റെ ഇടയിൽ അച്ഛൻ്റെ കയ്യിലൊരു കട്ടൊക്കെ കിട്ടി. പക്ഷെ എന്നാലും വിട്ടുകൊടുത്തില്ല, വീണ്ടും ഇതന്നെ. ആലിസിനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇതൊക്കെ കാണുമ്പോൾ കേട്ടോ. വീട്ടിൽ കൊണ്ടുപോയിട്ട് ഈ ക്രാബ്സിനെല്ലാവരും വളർത്തണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആൾ നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും കുറേ നേരത്തേക്ക് വേറെ ഒരു സ്ട്രെസ്സും ഇല്ലാതെ കംപ്ലീറ്റ്ലി വേറൊരു വേൾഡിൽ പോലെ തന്നെ ആയിരുന്നു കേട്ടോ. ദാറ്റ് വാസ് എ വെരി ഗുഡ് ഫീൽ. What did we do today? Play the sand. Then I will take one crab. Come. I'll show you one crab. Okay, come. Where is the crab? Crab is here. Uh-huh. More is a crab there. That's why my uncle Your uncle is? the sand. Hello friends, അച്ഛനും ഡാഡിയും சேர்ந்து நண்டு பிடிச்சாங்க. இப்போ நான் தண்ணியில ஊத்த போறேன்.
അങ്ങനെ നമ്മൾ ബീച്ചിനോട് ബൈ പറഞ്ഞ് ഇറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മൾ പിടിച്ച എല്ലാ ഞണ്ടുകളെയും നമ്മൾ തിരിച്ച് വെള്ളത്തിലോട്ട് തന്നെ അവരെ വീട്ടിലോട്ട് തന്നെ വിടുകയാണ്. അപ്പോൾ ആലിസിൻ്റെ ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ അത്. പക്ഷേ ആലിസിന് ഭയങ്കര വിഷമമായിരുന്നു ആ ടൈമിൽ. കാരണം വീട്ടിൽ കൊണ്ടുപോകാനും വളർത്താനൊന്നും പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമത്തിലായിരുന്നു ആൾ. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇറ്റ് വാസ് എ വെരി ഗുഡ് ഫീൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എൻജോയ് ചെയ്തു. വേറെ തന്നെ ഒരു വേൾഡിൽ നമ്മുടെ എല്ലാ സ്ട്രെസ്സും മാറ്റി വെച്ച് സൂപ്പർബായിട്ട് അടിച്ച് പൊളിച്ച് ഞങ്ങൾ എൻജോയ് ചെയ്ത്. ഒരുപാട് ലേറ്റായിട്ടാട്ടോ നമ്മൾ അവിടെ നിന്ന് പോയത്. കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് അപ്പോഴേക്കും നമ്മൾ പിന്നെ ക്യാമറയൊക്കെ ഓഫ് ചെയ്തു, ലൈറ്റ്സൊക്കെ ഔട്ടായി. ബട്ട് ഇറ്റ് വാസ് എ വെരി ഗുഡ് ഡേ, വെൽ സ്പെൻഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.